രജത ജൂബിലി ആഘോഷങ്ങൾക്ക് ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്കൂൾ ഓഫ് എൻവയറമെന്റൽ സയൻസസിന്റെ മറ്റൊരു നാഴികക്കല്ലിന് ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. സംസ്ഥാനത്തെ വിവിധ സർവകലാശാല പഠന വകുപ്പുകളിൽ ബഹുമാന്യനായ വൈസ് ചാൻസലർ പ്രൊഫസർ സാബു തോമസ്, സ്വാഗതം ആശംസിച്ച ബഹുമാന്യനായ വൈസ് ചാൻസലർ പ്രൊഫസർ CT അരവിന്ദകുമാർ, 25 വർഷക്കാലത്തെ സ്കൂളിൻ്റെ യാത്രയെ വിശദമായി അവതരിപ്പിച്ച ബഹുമാന്യനായ ഫോർമർ ഡയറക്ടർ പ്രൊഫസർ EV രാമസ്വാമി, വേദിയിൽ സന്നിഹിതനായ ഏറ്റവും ബഹുമാന്യനായ MP ശ്രീ തോമസ് ചാഴിക്കാടൻ, സിൻഡിക്കേറ്റ് മെമ്പർ ബഹുമാന്യനായ അഡ്വക്കേറ്റ് റെജി സഖറിയ, പ്രൊഫസർ ഡോക്ടർ പ്രകാശ് കുമാർ രജിസ്ട്രാർ, ശ്രീ രഞ്ജൻ മാത്യു വർഗീസ്, ഡോക്ടർ KP ജോയ്, ഡോക്ടർ AP തോമസ്, പ്രൊഫസർ AP പ്രദീപ് കുമാർ, പ്രൊഫസർ ഡോക്ടർ ബൈജു KR, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ബഹുമാന്യരെ, പ്രിയമുള്ള അധ്യാപക സുഹൃത്തുക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, മഹാത്മാഗാന്ധി സർവകലാശാലയുടെ സവിശേഷ അഭിമാനമായ സ്കൂൾ ഓഫ് എൻവയൺമെൻ്റൽ സയൻസസിൻ്റെ 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഏറ്റവും സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം അറിയിക്കുന്നു. സർവകലാശാല ഏറ്റവും പുത്തൻ വിദ്യാഭ്യാസ സമീപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ വൈജ്ഞാനിക മേഖലകളിലെ ജൈത്രയാത്ര ഏറ്റവും സജീവമായി തുടരുകയും ടൈംസ് റാങ്കിങ്ങിൽ 400 മുതൽ 500 വരെയുള്ള ബാൻഡിൽ ഇടം പിടിക്കുകയും ചെയ്ത ഈ അഭിമാന സന്ദർഭത്തിൽ സ്കൂൾ ഓഫ് എൻവയൺമെൻ്റൽ സയൻസസിൻ്റെ രജത ജൂബിലിയുമായി ബന്ധപ്പെട്ട് ദേശീയവും അന്തർദേശീയവുമായ നോളജ് ട്രാൻസാക്ഷന് വേദിയൊരുക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. സർവകലാശാലയുടെ മതിൽക്കെട്ടിന് പുറത്തെ സമൂഹത്തിൽ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വരുന്ന നാനാമുഖമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഉത്തരവാദിത്തം കൂടി അക്കാദമിക് സമൂഹത്തിനുണ്ട് എന്ന തെളിമയാർന്ന കാഴ്ചപ്പാടാണ് ഇന്ന് നാം ഉയർത്തിപ്പിടിക്കുന്നത്. നോളജ് ട്രാൻസ്ലേഷൻ എന്നുള്ളതിന് സജീവമായ ഊന്നൽ നൽകിക്കൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ്. സൈദ്ധാന്തികമായ അറിവന്വേഷണങ്ങൾക്കപ്പുറം ജനതയുടെ ജീവിത നിലവാര വർധനവിനും നമ്മുടെ നാടിൻ്റെ സമ്പദ്ഘടനയുടെ വിപുലീകരണത്തിനുമൊക്കെ സംഭാവന ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ
സമൂഹത്തിന് പ്രയോജനപ്രദമായ ഉൽപ്പന്നങ്ങളും പ്രക്രിയകളും പ്രൊഡക്ട്സ് ആൻഡ് പ്രോസസ്സസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് അക്കാദമിക് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഗവേഷണ സമീപനങ്ങളാണ് ഇന്ന് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. മഹാത്മാഗാന്ധി സർവകലാശാല വളരെ കൃത്യമായിട്ട് ആ കാഴ്ചപ്പാട് ഒപ്പിയെടുത്തുകൊണ്ട് തങ്ങളുടെ പ്രവർത്തനങ്ങളെ, ഗവേഷണാത്മകമായിട്ടുള്ള പഠനങ്ങളെ ജനങ്ങൾക്കു വേണ്ടി, സമൂഹത്തിനു വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് പരിശോധിക്കുന്ന ഒരു സർവകലാശാലയാണ്. പ്രത്യേകിച്ച് സ്കൂൾ ഓഫ് എൻവയൺമെൻറ്റൽ സയൻസസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആകാതിരിക്കാൻ തരമില്ല. സ്വാർത്ഥ ലാഭപ്രേരിതമായിട്ടുള്ള മനുഷ്യരുടെ വികസന കാഴ്ചപ്പാടുകൾ ഇന്ന് പാരിസ്ഥിതികമായ ഏറെ ആഘാതങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്ന ഒരു കാലത്ത് പരിസ്ഥിതി പഠനത്തിന് അനുദിനം പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. ഈ അടുത്ത ദിവസങ്ങളിലാണ് 40,000-ഓളം ജീവനുകൾ അപഹരിച്ച തുർക്കിയിലെ ഭൂകമ്പം നാം കണ്ടത്. 2018 പ്രളയത്തിൻ്റെ മുറിവുകൾ ഇനിയും ഉണക്കാൻ നമുക്കും ആയിട്ടില്ല. ഒരക്ഷയഖനിയായിട്ടുള്ള പ്രകൃതിയുടെ മേലെ മനുഷ്യർ ഏൽപ്പിക്കുന്ന ഈ ആഘാതങ്ങൾ വലിയ തിരിച്ചടികളായിട്ട് നാം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആഡംബര വാഹനങ്ങളിൽ നിന്നും എയർ കണ്ടീഷണറുകളിൽ നിന്നുമൊക്കെ പുറന്തള്ളുന്ന കാർബൺ വികിരണങ്ങൾ ഭൂമിയുടെ സംരക്ഷണ കവചമായ ഓസോൺ പാളിയിൽ വിള്ളൽ വീഴ്ത്തുന്നത് നിമിത്തമുണ്ടാകുന്ന ഗ്ലോബൽ വാർമിങ്ങും കാലാവസ്ഥാ വ്യതിയാനവുമൊക്കെ മനുഷ്യരുടെ ഋതുചക്രങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രയാസങ്ങളാണ് നമുക്ക് സൃഷ്ടിക്കുന്നത്. ഇവിടെ അത്തരം കാര്യങ്ങളിൽ ഗഹനവും ഗൗരവപൂർണവുമായിട്ടുള്ള പഠനങ്ങൾ നടത്തി മനുഷ്യരാശിക്ക് സമാധാനം പകരുന്ന സൊല്യൂഷൻസ് നിർദ്ദേശിക്കാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്കാകുമെങ്കിൽ അത് ഏറ്റവും പ്രശംസനീയമായ കാര്യമാണ്. അതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും സ്വീകാര്യമായതും ഏറ്റവും വേണ്ടതായിട്ടുള്ളതുമായ കാര്യമെന്ന് സന്തോഷപൂർവ്വം ഞാൻ അറിയുകയാണ്. ഇവിടെ പോളാർ സ്റ്റഡീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ വർഷമാണ് നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞത്. ആ സെൻറ്റർ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു എന്ന് കരുതുകയാണ്. ആർട്ടിക്, അന്റാർട്ടിക്, പോളാർ പ്രദേശങ്ങളിൽ തീവ്രമായിട്ടുള്ള സൂര്യരശ്മികളേറ്റ് മഞ്ഞുരുകി വെള്ളം പൊങ്ങുന്ന പ്രശ്നവും വലിയ രീതിയിൽ നേരിടുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. അതുപോലെ ആസ്ട്രേലിയൻ കാടുകളിലെ കാട്ടുതീ ഇത്യാദി ഒരുപാട് പ്രശ്നങ്ങൾ, ആമസോൺ കാടുകളുടെ പ്രശ്നം, അങ്ങനെ നിരവധിയായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഭൂമിയെ ആകെ ഉലച്ചുകൊണ്ട് മനുഷ്യരാശിക്ക് ഭീഷണി ഉയർത്തിക്കൊണ്ട് ഉയർന്നു വരുമ്പോൾ അതിൻ്റെ സവിശേഷ തലങ്ങളെ പഠിച്ചുകൊണ്ട് പാരിസ്ഥിതിക സൗഹാർദ്ദപരമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളത് വളരെയധികം സ്വാഗതം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ചെറിയ ചെറിയ പരിഹാര നിർദ്ദേശങ്ങളിലൂടെ തന്നെ ഈ രംഗത്ത് നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയും. സൗരോർജം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രത്യേകമായ പ്രവർത്തന രീതികൾ ഊർജ മേഖലയിൽ കൊണ്ടുവരുന്നത് തന്നെ വലിയ ഒരു ബദലായി മാറുകയാണ്. കൊച്ചു കൊച്ചു ഉപകരണങ്ങളായിക്കോട്ടെ, അത് തന്നെ വലിയ മാറ്റമാണ് മനുഷ്യജീവിതത്തിൽ കൊണ്ടുവരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഡ്രോൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനം ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. മാറിയ ജീവിത സാഹചര്യങ്ങളിൽ ഏറെ ഉപയുക്തമാകുന്ന ഒന്ന്. സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടം വിസ്മയകരമായ രീതിയിൽ അനുഭവപ്പെടുന്ന ഒരു കാലത്ത് ആ സാങ്കേതിക വിദ്യയെ നമ്മുടെ അക്കാദമിക് മേഖലയിലേക്ക് സന്നിവേശിപ്പിക്കുക എന്നുള്ളത് ഭാവനാപൂർണമായ ഒരു കാര്യമാണ്. അത്യാവശ്യം പണവും വേണ്ട കാര്യമാണ്. ഒരു കാര്യം നിങ്ങളുടെ മുൻപാകെ ഞാൻ പറയുകയാണ്. നമ്മുടെ ഇന്നത്തെ സർക്കാർ അക്കാദമിക് മേഖലയ്ക്ക് സാമ്പത്തികമായ പിന്തുണ നൽകുന്ന പദ്ധതി പ്രവർത്തനങ്ങൾ സജീവമായി തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ബജറ്റിൻ്റെ ഭാഗമായിട്ട് 1000 കോടിയിൽ പരം രൂപയാണ് വിന്യസിച്ചിരുന്നത്. ഇത്തവണ അത് 1500 കോടിയിൽ പരമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇൻക്യുബേഷൻ സെൻറ്ററുകളും ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻറ്ററുകളുമെല്ലാം സർവകലാശാലകളിലും ഇതര ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കുട്ടികളുടെ നൂതന ആശയങ്ങൾ അടവച്ച് വിരിയിച്ച് അവയ്ക്ക് ജീവൻ നൽകാൻ കെൽപ്പുള്ള കേന്ദ്രങ്ങളായിട്ട് ഇൻക്യുബേറ്ററുകളും
അതുപോലെ ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻ്ററുകളുമൊക്കെ മാറണമെന്ന് സർക്കാർ അഭിലഷിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധി സർവകലാശാല ഈ ദിശയിൽ ബഹുമാന്യനായ വൈസ് ചാൻസലറുടെയും PVCയുടെയും ഒക്കെ നേതൃത്വത്തിൽ അക്കാദമിക രംഗത്ത് എക്സലൻസ് തന്നെ ഉയർത്തിപ്പിടിക്കുന്ന നേതൃത്വത്തിൽ വളരെ നല്ല നിലയിൽ തന്നെ സർവകലാശാല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാട് പ്രത്യാശയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു കേന്ദ്രമായിട്ട് ഈ സർവകലാശാല ഇതിനകം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും അതിന് ഒട്ടനവധി മുന്നോട്ട് പോകാൻ കഴിയട്ടെ. കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും ഒക്കെ മനുഷ്യരാശിയെ വീർപ്പുമുട്ടിക്കുന്ന ഒരു സന്ദർഭത്തിൽ സ്കൂൾ ഓഫ് എൻവയൺമെൻറ്റൽ സയൻസസിൽ നിന്ന് അതിനൊക്കെ ശാന്തി പകരാവുന്ന ഉത്തരങ്ങൾ കിട്ടട്ടെ. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സൊല്യൂഷൻസ് നിർദ്ദേശിക്കാൻ കെൽപ്പുള്ള പ്രതിഭാശാലികളായ വിദ്യാർത്ഥികൾ, ഗവേഷകർ ഈ കേന്ദ്രത്തിൽ ഇനിയും തങ്ങളുടെ പരമാവധി പ്രയത്നത്തിലൂടെ ജനങ്ങൾക്ക് വേണ്ടത് ചെയ്യട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ വിശദാംശങ്ങളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ ഡ്രോൺ ടെക്നോളജിയെക്കുറിച്ച് അത് ഏതെല്ലാം മേഖലകളിൽ എങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ബഹുമാന്യനായ PVC ഇവിടെ സംസാരിക്കുകയുണ്ടായി. ഒരു യന്ത്രശലഭമാണത് അല്ലേ? അത് ഇങ്ങനെ മൂളിക്കൊണ്ട് പറക്കുമ്പോൾ ഒരു ശലഭം പോകുന്നത് പോലെയാണ് തോന്നുക. അങ്ങനെ ആ യന്ത്രശലഭം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യജീവിതത്തിൽ അട്ടിമറികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ ഗുണകരമായൊരു അട്ടിമറി നടക്കട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. താങ്ക് യു മാം. സ്കൂൾ ഓഫ് എൻവയൺമെൻറ്റൽ സയൻസസിൻ്റെ മറ്റൊരു നാഴികക്കല്ലിന് ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. സംസ്ഥാനത്തെ വിവിധ സർവകലാശാല പഠന വകുപ്പുകളിൽ ആദ്യമായാണ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ഡ്രോൺ സാങ്കേതികവിദ്യ സാധ്യമാക്കുന്നത്. ഡ്രോൺ ഫെസിലിറ്റിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദുവിനെ സാദരം ക്ഷണിക്കുന്നു. Dr. R. Satish Center for Remote Sensing and GIS, the first of its kind in a university in Kerala, is established by the university as a center of excellence in the field of remote sensing and GIS applications, with technical and financial support from the Indian Space Research Organisation, Department of Space, Government of India. The facility has inaugurated by Dr. G. Madhavan Nair, former chairman, ISRO, on March 15, 2003. Under the Phase 1 funding of Annual Plan 2022-23, Government of Kerala for establishment of Advanced Geoinformatics Facility for Environment and Disaster Management, School of Environmental Sciences has procured unmanned aerial vehicle which has wider sector applications in the field of assessment of environmental impact assessment of mining, geological explorations in the inaccessible terrains, broad spectrum application in the field of agriculture for crop productivity and damage assessment, nano-fertilizer applications, infrastructure management and wider applications in the environmental sector. Also procured a total station which is an electro-optical instrument used for surveying. It is an electronic transit theodolite integrated with electronic distance measurement to measure both vertical and horizontal angles and the slope distance from the instrument to a particular point. Also under the scheme, the base and rover of Differential Global Positioning System, which is a satellite-based system where errors in global positioning system are accurately calculated at a fixed survey point and then transmitted. സ്കൂൾ ഓഫ് എൻവയോൺമെൻറ്റൽ സയൻസിൻ്റെ പേരിലുള്ള സ്നേഹോപഹാരം നൽകുന്നതിനായി